കേരളം പിടിക്കാനായി ബി.ജെ.പി വലിയ ശ്രമങ്ങളാണ് നടത്തുന്നത്. അതിന്റെ ഭാഗമായി തന്നെ ക്രൈസ്തവ സമൂഹത്തെ തങ്ങളിലേക്ക് അടുപ്പിക്കാനുള്ള ശ്രമവും ബി.ജെ.പി തുടരുന്നതിനിടയിലാണ് ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളുടെ വിഷയം ഉണ്ടാവുകയും ഇപ്പോൾ വെടികൊണ്ട പന്നിയെ പോലെ ആയിപ്പോയല്ലേ ബി.ജെ.പി. അതെ. കാരണം ഒരു വല്ലാത്തൊരു ഘട്ടത്തിൽ നിൽക്കുകയാണ്. ഇതിനകത്ത് ഇത്രയും പ്രശ്നം ഉണ്ടാകാൻ കാരണം ഒന്ന് കന്യാസ്ത്രീകളാണ്, രണ്ട് ഇവർ കേരളത്തിൽ നിന്നുള്ളവരാണ്, മൂന്ന് ബി.ജെ.പി ഭരിക്കുന്ന സംസ്ഥാനം കൂടിയാണ്. അപ്പോൾ ഇതെല്ലാം കൂടി വന്നു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ബി.ജെ.പി വിരുദ്ധർക്ക് ഇതൊരു ആഘോഷമാക്കി മാറ്റാൻ താല്പര്യമാണ്. പ്രത്യേകിച്ച് കോൺഗ്രസ് 5 വർഷം അവിടെ ആ. ഭരണത്തിലിരുന്നപ്പോൾ ഈ അറസ്റ്റും ഇത്തരം സംഭവങ്ങളെല്ലാം അവിടെ നടപ്പിലാക്കിയിരുന്നു. പക്ഷെ ഇപ്പോഴവർ വലിയ രീതിയിൽ പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നു. കേരളത്തിന്റെ തെരുവോരങ്ങൾ കോൺഗ്രസിന്റെ പ്രക്ഷോഭം നടക്കുകയാണ്. പക്ഷെ അവിടെയുള്ള പ്രതിപക്ഷ നേതാവ് മൗനത്തിലാണ്. കോൺഗ്രസ് നേതാവായ മുൻ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ മൗനത്തിലാണ്. അതെ. ഇപ്പോൾ കേരളത്തിലെ പോയിട്ടുള്ള ഈ രണ്ട് മുന്നണികളും ഈ കന്യാസ്ത്രീകൾ ജയിൽ മോചിതരാകരുതെന്നാണ് അവരുടെ ആഗ്രഹം. അത് നീട്ടിക്കൊണ്ടു പോകട്ടെ. കാര്യം എന്താണ്? അത് വെച്ച് മുതലെടുത്ത് കൊണ്ടുപോകാം. ഇനിയിപ്പോൾ കേരളത്തിൽ 2 തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയല്ലേ. ആ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി വലിയ സ്പേസ് ഉണ്ടാക്കുന്നു എന്നിവർ മനസ്സിലാക്കി കഴിഞ്ഞു. അതിനൊരു തടയിടാൻ കഴിയും എന്നാണ് ഇവരുടെ കണക്കുകൂട്ടൽ. നമ്മൾ ഒരു കാര്യം ഓർക്കണം, ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഗോവയിലും ബി.ജെ.പി ഭരിക്കുന്നത് ക്രൈസ്തവ പിന്തുണയോടുകൂടിയാണ്. അതുപോലെ തന്നെ കേരളത്തിലും ക്രൈസ്തവ പിന്തുണയോടുകൂടി അധികാരത്തിലേക്ക് വരുന്നതിന് വേണ്ടിയാണ് ബി.ജെ.പി വലിയ അധ്വാനം നടത്തിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് വലിയൊരു ക്രൈസ്തവ മുഖങ്ങൾ തന്നെ ബി.ജെ.പിയിൽ അണിനിരത്തിയത്. ഇപ്പോൾ ബി.ജെ.പിയുടെ വളരെ പ്രധാനപ്പെട്ട പദവിയാണ് ഈ ജനറൽ സെക്രട്ടറിമാർ എന്ന് പറയുന്നത്. 4 ജനറൽ സെക്രട്ടറിമാരാണുള്ളത്. അതിലൊന്ന് ഒരു ക്രൈസ്തവ മുഖമാണ്, അനൂപ് ആന്റണി. ഈ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ തന്നെ അനൂപ് ആന്റണിയാണ് രാജീവ് ചന്ദ്രശേഖർ അങ്ങോട്ടേക്ക് വിട്ടത്. പി.സി. ജോർജിനെ വിടാനിരുന്നതാണ്. അദ്ദേഹം സുഖമില്ലാതിരിക്കുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് പോകാൻ കഴിയാതിരുന്നത്. ഇപ്പോൾ ഷോൺ ജോർജ് ആണെന്നുണ്ടെങ്കിൽ ബി.ജെ.പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റാണ്. ഈ ഷോൺ ജോർജാണ് വഖഫ് ഭേദഗതി ബില്ലും മുനമ്പം വിഷയവും ഒക്കെ കൃത്യമായിട്ട് ക്രൈസ്തവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തതും അതിൻ്റെ അന്തസത്ത അവർ മനസ്സിലാക്കിയതും ഷോൺ ജോർജിലൂടെയാണ്. അപ്പോൾ അങ്ങനെ വലിയ ഒരു ഇടം പിടിച്ച് നിൽക്കുകയായിരുന്നു ഇവർ. ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പം ജോർജ് കുര്യൻ ഇപ്പം നരേന്ദ്രമോദിയുടെ 3ാം വട്ടം മന്ത്രിയായത് വളരെ അപ്രതീക്ഷിതമായിട്ടല്ലേ. അത് ബി ജെ പി അത് വളരെ തന്ത്രപൂർവ്വം തന്നെയാണ് ഈ ക്രൈസ്തവരെ മുഖങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് അവരുടെ പിന്തുണ നേടാനായിട്ട് മുമ്പോട്ട് വന്നത്. അങ്ങനെ പിന്തുണ ആർജിച്ചു വരികയായിരുന്നല്ലോ. ഇപ്പം പ്രധാനമന്ത്രിയോ അതെ, തൃശ്ശൂരിലെ വിജയം പരിശോധിക്കുമ്പോൾ വലിയ രീതിയിലാണ് ഈ ന്യൂനപക്ഷത്തിന്റെ പങ്ക്. അവിടെ ക്രൈസ്തവർ ധാരാളമുണ്ട്. അവിടുത്തെ സഭകളും ഒക്കെ ആയിട്ട് തന്നെ വലിയ ബന്ധമാണ് സുരേഷ് ഗോപിക്കുള്ളത്. ഇപ്പോൾ ഈ ക്രൈസ്തവർ ബിഷപ്പുമാരൊക്കെ തന്നെ പ്രധാനമന്ത്രി കേരളത്തിലെത്തുമ്പോഴും അമിത്ഷാ കേരളത്തിലെത്തുമ്പോഴും കാണാനായിട്ട് ക്യൂ നിൽക്കുകയാണ്. അതുപോലെ തന്നെ ക്രിസ്മസ് കാലവും പുതുവത്സര സമയത്തും ഒക്കെ തന്നെ ഇവരോടൊപ്പം സ്നേഹവിരുന്നും ഒക്കെയായിട്ട് നിൽക്കുന്നു. ഇപ്പോൾ അത് വെച്ചുകൊണ്ടാണ് ബി.ജെ.പി ആക്ഷേപിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വലിയ മുന്നേറ്റം കുറിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു സത്യാവസ്ഥ പുറത്തു വരാനിരിക്കുകയാണ്. ഇത് നിയമം അതിൻ്റേതായ വഴിക്ക് പോവുകയാണ്. കേന്ദ്രത്തിനും ഇവരെ മോചിപ്പിക്കണമെന്നുണ്ട്. സംസ്ഥാന ഘടകവും അതിനുവേണ്ടി യത്നിക്കുകയാണ്. പക്ഷേ അത് നിയമം അതിൻ്റെ വഴികളിലൂടെ പോകുന്നു എന്നുള്ളതാണ്. അപ്പോഴാണ് നമ്മളൊരു ചോദ്യം ചോദിക്കുന്നത്, ബി.ജെ.പി ഇത്രയും നേരം വെള്ളം കോരിയിട്ട് അവസാനം കൊണ്ടുവന്ന് കലമുടയ്ക്കേണ്ട ഒരവസ്ഥയിൽ എത്തിയോ, പടിക്കൽ കൊണ്ടുവന്ന് കലമുടയ്ക്കേണ്ടി വരികയാണോ എന്ന് നമ്മൾ ചോദിച്ചു പോകും. കാരണം തെരഞ്ഞെടുപ്പിനോട് അടുത്ത് നിൽക്കുന്നു, ക്രൈസ്തവരെ മുഴുവൻ ചേർത്ത് നിർത്തുന്നു, ക്രൈസ്തവ വിഭാഗത്തിലുള്ള പലരെയും സ്ഥാനാർത്ഥികളായിട്ട് പോലും നിശ്ചയിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ CPM ഒക്കെ ആഗ്രഹിക്കുന്നത് ഇവരുടെ ഒന്നും കന്യാസ്ത്രീകളുടെ മോചനം ഉടനെ ഉണ്ടാകരുത്. കാരണം ഇത് വെച്ച് ബി.ജെ.പിക്ക് ഇവർക്ക് CPM-ന് മുതലെടുത്ത് പോകാം, ബി.ജെ.പിയുടെ വളർച്ച തടയാം എന്നുള്ള രീതിയിലാണ് ഇവരുടെ കണക്കുകൂട്ടൽ. ഇപ്പോൾ തന്നെ ബിഷപ്പ് പാംപ്ലാനി പറഞ്ഞിരിക്കുന്നത് എന്താ, ഇന്ത്യൻ ഭരണഘടനയെ പശു വിഴുങ്ങി എന്നൊക്കെയുള്ള രീതിയിലാണ് പരിഹസിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി അതിനെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകളൊക്കെ ഇനിയും നടക്കും. ഈ വിഷയം വെച്ചുകൊണ്ട് തന്നെ കേരളത്തിലെ ഇടത് വലത് മുന്നണികളും ഇറങ്ങിക്കളിക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ സമീപ സമയത്ത് നമുക്കറിയാം,
BJP വലിയ മുന്നേറ്റം കേരളത്തിൽ നടത്തി എന്നുള്ളത് കൊണ്ടാണല്ലോ പാലോട് രവിയെ പോലുള്ള ഒരാൾ ഒരു ഫോൺ സംഭാഷണത്തിൽ പറഞ്ഞ കാര്യങ്ങൾ പുറത്തു വന്നത്. 60 സീറ്റിൽ. അപ്പം അത്രത്തോളം അവർ ഭയന്ന് കഴിഞ്ഞിട്ടില്ലേ, പോയി എന്ന് കൃത്യമായിട്ട് അറിയാം. അല്ല, ഇത് കൃത്യമായി മുതലെടുക്കാൻ ശ്രമിക്കുന്ന കോൺഗ്രസ് ആണല്ലോ. ഈ റഹീം ഉൾപ്പെടെയുള്ളവർ ചന്തയ്ക്ക് പോയ പോലെ അവിടെ പോയിട്ടുണ്ട്. പക്ഷെ ഇത് കൃത്യമായി മുതലാക്കാൻ ശ്രമിക്കുന്നത് കോൺഗ്രസ് ആണല്ലോ. അവർക്കാണ് കുറച്ച് നാളുകളായി തന്നെ ക്രൈസ്തവ വോട്ടുകൾ നഷ്ടപ്പെടുകയും അധികാരത്തിൽ നിന്നും മാറി നിൽക്കുകയും ചെയ്യുന്നത്. എങ്ങനെയെങ്കിലും ക്രൈസ്തവ വോട്ടുകൾ ഒപ്പിച്ചെടുത്ത് അടുത്ത തവണ അധികാരത്തിൽ വരാമെന്നൊരു സ്വപ്നമാണല്ലോ VD സതീശൻ ഉൾപ്പെടെയുള്ളവർക്കുള്ളത്. അവർക്ക് ക്രൈസ്തവ വോട്ടുകൾ പോയതിൻ്റെ വേറൊരു കാര്യം കൂടി ഉണ്ട്. അതായത് ഈ മുസ്ലിം ലീഗിൻ്റെ ആധിപത്യം കോൺഗ്രസിനകത്ത് വന്നപ്പോഴാണ് ക്രൈസ്തവരെ അകന്നു തുടങ്ങിയത്. പണ്ടേ നമ്മൾ പറയാറുണ്ടല്ലോ, ക്രൈസ്തവരൊക്കെ തന്നെ അവർ ബേസിക്കലി എല്ലാം കോൺഗ്രസ്സുകാരാണ്, ആ വോട്ടെല്ലാം കൈപ്പത്തിക്കുള്ളതാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ശരിയായിരുന്നു. പക്ഷേ എന്തുകൊണ്ട് പോയത് ക്രൈസ്തവരായാലും നായർ സമുദായം ഇടഞ്ഞിട്ടില്ലേ? പലപ്പോഴും സമദൂര സിദ്ധാന്തം പെരുന്നയിൽ നിന്ന് പറയാറില്ലേ? അതുപോലെ വെള്ളാപ്പള്ളി നിശിതമായിട്ട് വിമർശിക്കുന്നു. ഇതിനകത്തൊക്കെ കാര്യമുണ്ട്. ലീഗിൻ്റെ ആധിപത്യം കൂടത്തേ ഉള്ളൂ ഇനിയും. ഇപ്പം ലീഗ് ഇപ്പം വലിയ ഇതായിട്ട് സന്തോഷിക്കുകയായിരിക്കും ക്രൈസ്തവരെല്ലാം ഇങ്ങോട്ടേക്ക് കൂട്ടത്തോടെ വന്നുവെന്ന്. പക്ഷെ അങ്ങനൊന്നും വരുമെന്ന് തോന്നുന്നില്ല. ഇതിൻ്റെ കറക്റ്റ് കാര്യം പുറം ലോകം അറിയുമ്പോൾ ഇതിനകത്ത് മനുഷ്യക്കടത്ത് നടത്തി എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഇനി കന്യാസ്ത്രീകളാണെന്ന് പറഞ്ഞാൽ പോലും നിയമത്തിൻ്റെ മുന്നിൽ അവരെല്ലാവരും സമന്മാരാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് തിരിച്ചടി ഉണ്ടാകുമെന്നുള്ളതാണ്. പക്ഷേ ഇത് BJP ഈ ക്രൈസ്തവ സഭയിലും വിശ്വാസികളിലും ബിഷപ്പുമാരുടെ അടുക്കലും പൊതുജനങ്ങളോടും കാര്യങ്ങൾ ഇനിയും വ്യക്തമാക്കി കൊടുക്കേണ്ടി വരും. അല്ല, സഭാ നേതൃത്വവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പറയുന്നത് BJP ഇനി കേക്കുമായി വരണ്ടെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ മറ്റൊരു വിഭാഗം കേക്കുമായി ഇറങ്ങിയിട്ടുണ്ട്. അത് SDP ആണ്. SDP തുറന്ന പിന്തുണയാണ്. SDP-യുടെ പ്രേമം എന്ന് പറയുന്നത് എന്തോ വലിയ പ്രേമമാണ്. അവർ ഒന്ന് ആലോചിച്ച് നോക്ക്, പണ്ട് ജോസഫ് മാഷിന്റെ കൈവെട്ടിയവരമാണ് അല്ലേ SDP-ക്കാര്. SDP മലരും എന്ന് പറഞ്ഞവരാണ് ഇപ്പോൾ അവർ ഛത്തീസ്ഗഡിൽ പോകുന്നു. എന്താണ് കാണിക്കുന്നത് അവരുടെ ഇത്? അപ്പം അവരെ ഇറക്കിയിരിക്കുന്നത് ഒക്കെ തന്നെ ഈ UDF ആയാലും ഒക്കെ ബന്ധമാണ്. SDP-യുടെ പിന്തുണ പാലക്കാടും പിന്നെ അത് കഴിഞ്ഞ് നിലമ്പൂരിലും ഒക്കെ ഉണ്ടായി. ഇപ്പോൾ അവർ UDF-ന്റെ പാളയത്തിലാണ്. LDF-ന്റെ പാളയത്തിൽ നിന്നിട്ടുമുണ്ട്. ഇനി ഒരുപക്ഷെ വരികയും ചെയ്യും. അതുകൊണ്ട് അവരും തള്ളിക്കളയത്തില്ല ഈ SDPIയെ സംരക്ഷിച്ചിട്ടുണ്ടല്ലോ ജോസഫ് മാഷിന്റെ കൈവെട്ടിയ കാലത്ത്. SDPI അല്ല, പോപ്പുലർ ഫണ്ടിന്റെ തന്നെ രാഷ്ട്രീയ മുഖമാണ് SDPI. അവരെ അംഗീകൃത രാഷ്ട്രീയ പാർട്ടി എന്ന് പറഞ്ഞങ്ങനെ നിൽക്കുകയാണ്. അവർ കൂടുതൽ ഇതിലേക്ക് പോയി കഴിയുമ്പോൾ അവരെ നിരോധിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും കേരളത്തിൽ BJPക്ക് ഇനി ഏറെ അധ്വാനിക്കേണ്ടി വരും. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് പാർട്ടിയിൽ വലിയ ഒരു മുന്നേറ്റം കുറിച്ച് കൊണ്ടുവരികയായിരുന്നു. ഇനി ഇവർക്ക് കേന്ദ്ര നേതൃത്വവും കുറേ അധ്വാനിക്കേണ്ടി വരും, കേരള നേതൃത്വവും അധ്വാനിക്കേണ്ടി വരും. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വെള്ളം കോരിയത് വെറുതെ ആയി പോകും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.